തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിതയെ BRSൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. KCRനെതിരായ CBI അന്വേഷണത്തിന് ഉത്തരവാദി പാർട്ടിയിലെ മുതിർന്ന നേതാവ് ടി ഹരീഷ് റാവു ആണെന്ന് പരസ്യമായി ആരോപിച്ചതാണ് സസ്പെൻഷന് കാരണം. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട്. റഹീസ്, കഴിഞ്ഞ കുറെ നാളുകളായി അച്ഛനും മകളും തമ്മിൽ അത്ര അടുപ്പത്തിലല്ല. മകൾ പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങളുടെ കണക്കെടുക്കുകയായിരുന്നു KCR. ഒടുവിൽ ആ നടപടിയിലേക്ക് എത്തി അല്ലേ? തീർച്ചയായിട്ടും ഗോകുൽ, അങ്ങനെ തന്നെ വേണം അതിനെ വിലയിരുത്താൻ. ഇത് പാർട്ടിക്കുള്ളിലെ ഒരു പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് വീട്ടുവഴക്കും അതിനപ്പുറം സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നവും ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നവും ഒക്കെയായി ഇതിനെ വിലയിരുത്തുകയാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും ഇന്നലെ വൈകിട്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടായി. അതായത് ഈ കലേശ്വരം ജലപദ്ധതി അതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണം, അത് ഈ KCRന്റെ കാലത്തുള്ള ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതി ആരോപണം മുന്നോട്ട് വന്നു. അതിലൊരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ പദ്ധതിയിൽ കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഫണ്ട് അലോക്കേഷൻ്റെ കാര്യത്തിലായാലും അല്ലാതെ അതിൽ നിന്നും ഫണ്ട് മുക്കിയതിൻ്റെ കാര്യത്തിലായാലും ഈ പദ്ധതിയുടെ DPRും ഒക്കെ സംബന്ധിച്ച് ഒരു വലിയ ആരോപണമൊക്കെ നിലനിന്നു. അത് സത്യമാണെന്ന് കമ്മീഷൻ്റെ റിപ്പോർട്ടും പുറത്തു വന്നു. അതിന് പിന്നാലെ ഈ ഒരു സംഭവം CBIക്ക് കൈമാറാൻ, ഈ ഒരു കേസ് CBIക്ക് കൈമാറാൻ സർക്കാർ തീരുമാനിക്കുകയുണ്ടായി. അതിന് പിന്നാലെ KCRനെ പ്രധാനമായിട്ടും KCR ഒരു CBI അന്വേഷണത്തിൻ്റെ കൂടി നിഴലിലേക്ക് വരുമ്പോൾ അതിലാണ് മകൾ വൈകാരികമായി പ്രതികരിച്ചത്. ആ വൈകാരികമായിട്ടുള്ള പ്രതികരണത്തിൽ കുറേ പാർട്ടി നേതാക്കളുടെ പേര്, പ്രത്യേകിച്ച് ഇവരുടെ കുടുംബത്തിലുള്ള ചിലരുടെ പേരുകൾ തന്നെ മകൾ പറയുകയുണ്ടായി. അങ്ങനെ കവിത പറഞ്ഞ പ്രധാനപ്പെട്ട പേരുകൾ രണ്ടുപേരാണ്. മുൻമന്ത്രി ഹരീഷ് റാവുവും ഒപ്പം തന്നെ മുൻ MP ആയിട്ടുള്ള സന്തോഷ് എന്നിവരുടെയും പേര്. അങ്ങനെ ഈ രണ്ട് പേരുകൾ പറഞ്ഞുകൊണ്ട് അച്ഛനെ ബലിയാടാക്കിക്കൊണ്ട് ഇവർ കൂടുതൽ പണമുണ്ടാക്കി എന്നുള്ള ഒരു കാര്യം പറയുകയുണ്ടായി. അതിന് പിന്നാലെ അത് വലിയ ചർച്ചയാവുകയും ചെയ്തു. KCRനെ പോലെ ഒരാളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഈ നേതാക്കളാണ് BRS ഭരിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങളൊക്കെ നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ ഒരു പരാമർശം കൂടി കവിതയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അങ്ങനെ അത് വലിയ ചർച്ചയായി. അതിന് പിന്നാലെ തന്നെ കവിതയ്ക്കെതിരെ നടപടി വേണമെന്ന് ഈ നേതാക്കളൊക്കെ ആവശ്യപ്പെട്ടു. പിന്നാലെ ഇന്ന് രാവിലെ BRSന്റെ ഈ ഒരു ഓഫീസിൽ മുതിർന്ന നേതാക്കളൊക്കെ എത്തി വലിയ ചർച്ചയൊക്കെ നടന്നു. അതിന് പിന്നാലെ തന്നെയാണ് മകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്നുള്ളൊരു കത്ത്, അല്ലെങ്കിൽ പാർട്ടിയുടെ ഔദ്യോഗിക കത്ത് അച്ഛൻ തന്നെ പുറത്തിറക്കുന്നത്. അങ്ങനെ അക്കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. കവിത പാർട്ടിയിൽ നിന്ന് പുറത്തായിരിക്കുന്നു. നേരത്തെ തന്നെ അച്ഛനെയും തന്നെയും തമ്മിൽ അകറ്റാൻ പലരും ശ്രമിക്കുന്നുണ്ട് എന്ന് കവിത ആരോപിച്ചിരുന്നു. അതിന് പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കളുമാണ് ഇതിന് പിന്നിലുള്ളത്. അച്ഛനെ കൊണ്ട് നേട്ടമുണ്ടാക്കിയവരാണ്, തന്നെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു. ഇതടക്കമുള്ള പല വിമർശനങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെയും KCR ഇതിലൊരു മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ പ്രതികരണങ്ങളൊന്നും നടത്താതെയൊക്കെയും വരുന്ന സാഹചര്യമുണ്ടായി. ഒരു തുറന്ന കത്ത് അച്ഛന് മകൾ എഴുതിയത് വലിയ ചർച്ചയായിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ CBI അന്വേഷണം വരുമ്പോൾ അതിന് പിന്നിൽ ഇത്തരത്തിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളാണ്. അച്ഛനെ മറയാക്കിക്കൊണ്ട് അവർ അനധികൃതമായി കുറേ സ്വത്തുണ്ടാക്കി കോടീശ്വരന്മാരായി എന്നുള്ള പരാമർശമൊക്കെയും വരുന്നത്. ഇത് BRSനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരുന്നു. കാരണം പാർട്ടിക്ക് കവചമൊരുക്കേണ്ട സാഹചര്യത്തിൽ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകൾ നടത്തുന്ന പരാമർശം അതിനെ കൂടി ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടി വന്നു. അതിന് പിന്നാലെ ഇന്ന് നടത്തിയ നീക്കങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഇപ്പോൾ എന്തായാലും കവിതയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. ഇന്നലെ രൂക്ഷ പ്രതികരണം നടത്തിയിരിക്കുന്ന കവിത ഇനി എന്താകും പറയുക എന്നുള്ളതും നിർണായകം തന്നെയായിരിക്കും ഗോകുൽ. തീർച്ചയായും കുടുംബവഴക്കും അധികാര വിടംവലിയും ഒക്കെ കൂടിക്കൊഴിഞ്ഞതാണ് BRSലെ രാഷ്ട്രീയം. അതിൽ ഒടുവിൽ ഇപ്പോൾ കെ കവിതയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അച്ഛൻ മകൾ ബന്ധത്തിൽ വലിയ വിള്ളൽ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ ഒരു അവസാന സാക്ഷ്യമായി ഇപ്പോൾ കെ കവിതയെ സസ്പെൻഡ് ചെയ്യുകയാണ്. നിരന്തരമായി പാർട്ടി നേതൃത്വത്തിനെതിരെ കെ കവിത നടത്തുന്ന പരസ്യ പ്രസ്താവനകൾ, ആരോപണങ്ങൾ അത് BRSനെ ചെറുതല്ലാത്ത രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു.